നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഏപ്രിൽ മാസം 26 വെള്ളിയാഴ്ച. നാളെ ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ, അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുക. സംസ്ഥാനത്ത് 144 നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പ് നടക്കുന്ന നാളെ 26 ശേഷം തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകളിൽ ഏപ്രിൽ 27 രാവിലെ 6 മണി വരെയും, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഏപ്രിൽ 27 വൈകിട്ട് 6 മണി വരെയും നിരോധനാജ്ഞ നീളുന്നതായിരിക്കും. നിയമവിരുദ്ധമായിട്ടുള്ള സംഘം ചേരരുത്, അതുപോലെ തന്നെ പൊതുയോഗം, റാലികൾ സംഘടിപ്പിക്കരുത്. ജില്ലകളിലെ, മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഉണ്ടാകരുത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണികൾ ഉപയോഗിക്കരുത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളുടെ പ്രദർശനം, അതുപോലെ അഭിപ്രായ സർവേകൾ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യരുത്. പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ, അതുപോലെ തന്നെ സൂക്ഷ്മ നിരീക്ഷകർ, ക്രമസമാധാന പാലന ചുമതലയുള്ളവർ, പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെ സെല്ലുലാർ, അതുപോലെ തന്നെ കോർഡ്ലെസ് ഫോണുകൾ, വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ലോക്സഭ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായിട്ടുള്ള നാളെ ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധിയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നാളെ വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള പ്രധാന രേഖ. വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കാൻ പറ്റാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രേഖകളും തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാം. പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചറിയലിനായിട്ട് കൊണ്ടുപോകാവുന്നത് 13 തിരിച്ചറിയൽ രേഖകളാണ്. വോട്ടർ ID കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, യുണീക്ക് ഡിസബിലിറ്റി ID, അതുപോലെ തന്നെ സർവീസ് ഐഡൻറ്റിറ്റി കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ NPR സ്കീമിന് കീഴിൽ RGI നൽകിയ സ്മാർട്ട് കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ രേഖ, MP, MLA, അതുപോലെ തന്നെ MLCക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് ഈ 13 പ്രധാനപ്പെട്ട രേഖകൾ. തെരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിച്ച അംഗീകൃത വോട്ടർ സ്ലിപ്പ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാ വോട്ടർമാരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മോട്ടോർ വാഹന നിയമലംഘനത്തിന് AI ക്യാമറ വഴി പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് അയക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. സർക്കാർ പണം നൽകാത്തതിനാലാണ് കെൽട്രോൺ ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് നിർത്തിയത്. തപാൽ നോട്ടീസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത്. ഇതുവരെ 339 കോടി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ 62 കോടിയോളം രൂപ മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത്. നിയമലംഘനം കുറയ്ക്കുക, നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക, ഇതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി 10 മാസം പിന്നിടുമ്പോഴും ഇപ്പോൾ പ്രതിസന്ധിയിൽ തന്നെയാണ്. ജൂൺ 5 പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ 1.5 ലക്ഷമായിരുന്നു. ഇപ്പോഴത്തെ 4.5 ലക്ഷം, അതുമല്ലെങ്കിൽ 5 ലക്ഷം വരെയൊക്കെ ആയിരിക്കുകയാണ്. പ്രതിവർഷം 25 ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിൻ്റെ കരാർ. ഏപ്രിൽ ആയപ്പോഴേക്കും 25 ലക്ഷം കഴിഞ്ഞു. ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് 20 രൂപ വേണമെന്നാവശ്യപ്പെട്ട കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ സർക്കാർ ഇതേവരെ മറുപടി നൽകിയിട്ടില്ല. പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് പറയുന്നത്. സോക്ക് പിറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ഇപ്പോൾ ധനസഹായം നൽകുന്നുണ്ട്. വീടുകളിൽ കൃത്യമായിട്ട് മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോക്ക് പിറ്റ് നിർമ്മിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി ഇനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 8000 രൂപ വരെയൊക്കെ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് APL BPL വ്യത്യാസമില്ല ലഭിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്കായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതിൽ മുൻഗണനയുണ്ട് എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ഇത്തരം പദ്ധതികൾ ക്രമീകരിക്കുന്നുണ്ട്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിട്ട് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ച ഇന്ന് ഏപ്രിൽ 25 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 35 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 280 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 6625 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 53000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ്
വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.